എന്നാൽ നമ്മൾ പോകുന്ന വഴിക്ക് ഒരാളെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെറിയ രീതിക്ക് ആരാണ് എന്താണെന്നൊന്നും കാണിക്കുന്നില്ല, എങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രം കാണിക്കും. ആരാണ് എന്താണെന്നൊന്നും കാണിക്കില്ല. പറ്റുകയാണെങ്കിൽ ഈ പോകുന്ന പോക്കിൽ നമ്മൾ ഒരു കുടുംബത്തിനെങ്കിലും ഒരു പറ്റുന്ന സഹായം നമ്മൾ ചെയ്തിട്ട് പോകുള്ളൂ. അത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഉള്ള തീരുമാനമാണ്. എന്തായിരുന്നാലും നമ്മുടെ കേക്ക് കട്ടിങ് ഫംഗ്ഷൻ തുടങ്ങുകയാണ്. കാരണം ഇനി നിന്ന് താമസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്ത് കുളമാവാനുള്ള സാധ്യതയുണ്ട്. വരണ മുന്നമ്മോ മുന്നേ പറഞ്ഞ പറഞ്ഞ എവിടെ പറഞ്ഞേ? ഇല്ല മഴ ഒന്നുമില്ല. കുട എടുത്തോ? ആ കുട എടുത്തിട്ടായി. അയ്യോ എവിടെ പോണു? പിന്നെ കടൽ കാണാൻ പോണ? വീട്ടിൽ പോണ്ടേ? വെള്ളത്തിൽ പോണ? വീട്ടിൽ പോണ്ടേ? വീട്ടിൽ വെള്ളത്തിൽ പോയാ മതിയാ? എടാ വീട്ടിൽ പോണ്ടേ? ഇങ്ങനെ അങ്ങ് പോയാ മതിയാ? വെള്ളത്തിൽ പോയാ മതിയാ? നമ്മുടെ ട്രിപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളെ 18 ദിവസങ്ങൾ നീണ്ട 18 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ 14 ജില്ല കവർ ചെയ്തു. ഇനി നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലോട്ട് പോവാണ്. കാസർഗോഡ് ജില്ലയിൽ നമ്മൾ കുറച്ച് സ്ഥലമേ പോയുള്ളൂ. അത് അങ്ങും ഇങ്ങൊക്കെയാണ്. നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ ആഗ്രഹം കർണാടക ബോർഡർ കയറണമെന്നാണ്. കർണാടക ബോർഡർ കയറി. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ അവസാന പരിപാടികളിലോട്ട് കയറുകയാണ്. ഇനി നമ്മൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുണ്ടെങ്കിൽ നമ്മളത് നിങ്ങളെ കാണിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് ഇത് തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ എന്താണ് ബേക്കൽ ബീച്ചിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. കുറച്ച് അപ്പുറത്ത് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബീച്ചിലോട്ട് ഇറങ്ങാനുള്ള വഴിയുണ്ട്. നമ്മൾ ജസ്റ്റ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് കാർ, എന്നിട്ട് നമ്മൾ ഇതുവഴി നടന്ന് അങ്ങോട്ട് താഴോട്ട് പോവാണ്. എന്നിട്ട് ബീച്ചും അവിടുത്തെ കാഴ്ചകളും പിന്നെ നമ്മൾ ലാസ്റ്റത്തെ ഒരു ചെറിയ ഒരു പ്രോഗ്രാം, അത്രേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കും കേട്ടോ. പോലീസ് വണ്ടി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കും. ഓക്കെ, നമുക്ക് എന്തായിരുന്നാലും ബീച്ചിലോട്ട് ഇറങ്ങാം. ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. ഈ വഴി നമുക്ക് ബീച്ചിലോട്ട് പോകാൻ പറ്റുന്ന വഴിയാണ്. ഇതുവഴി അങ്ങോട്ട് പോവാം. നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. ഫുള്ള് മഴ, നല്ല മഴയാണ്. അപ്പോൾ അതുമല്ല, നമ്മൾ അവിടെ ഇറങ്ങാൻ നോക്കിയ സ്ഥലത്തെല്ലാം മത്സ്യബന്ധന ബോട്ടുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മളിനി അടുത്തൊരു സ്പോട്ടിലോട്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് എവിടെയാണെന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാം. ഇവിടെ നിന്ന് തിരുവനന്തപുരം 555 കിലോമീറ്ററാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് പോകും വഴിക്ക് ഇപ്പോൾ മഴയാണ്. മഴ ആയതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് പേരുടെ മുന്നോട്ട് പോയതിന് ശേഷം നമുക്ക് പറ്റിയൊരു സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഒരു എൻഡിങ് പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇറങ്ങുന്നൂടെ. നമുക്ക് അവിടെ അതിനുള്ള സ്പേസ് ഇല്ലായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടറിയാം. ഇവിടെ ഒരു വയൽ പോലത്തെ പ്രദേശവും അതിനപ്പുറം റെയിൽവേ ക്രോസും, അതിനപ്പുറം പിന്നെ അതുപോലെ തന്നെ പുൽമേടുകളും, അതിനപ്പുറം കുറേ മരങ്ങളും, അതിനപ്പുറം ബീച്ചുമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ക്യാമറയിൽ വെള്ളം നിന്നു. ഇപ്പോഴും ഇവിടെ മഴയാണ് കേട്ടോ, ഇപ്പോഴും ഇവിടെ മഴയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ 25-ാം തീയതി തുടങ്ങിയ ട്രിപ്പാണ്. ഇന്ന് നമ്മളിവിടെ ഇതുവരെ എത്തി നിൽക്കുന്ന കാസർഗോഡ് കർണാടക ബോർഡർ കഴിഞ്ഞു. പിന്നെയും കാസർഗോഡ് വന്നു. നമ്മളിനി ലാസ്റ്റ് ട്രിപ്പിൻ്റെ അവസാന ഭാഗത്തിലോട്ട് പോവുകയാണ്. ഈ ട്രിപ്പ് സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. എന്തിനു വേണ്ടി ചെയ്തു എന്ന് വെച്ചാൽ ആഗ്രഹം തന്നെയാണ്. ആഗ്രഹവും പിന്നെ നമുക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക് അതുപോലുള്ള സംഭവങ്ങൾ എപ്പം വേണോ നിൽക്കാം. നമ്മൾ ടിക്ടോക്ക് നിന്നതുപോലെ ചിലപ്പോൾ എപ്പോഴും വേണം നിൽക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു സ്പേസാണ് ഒന്ന്. ചെയ്യാൻ പറ്റുന്ന സമയത്തേ പറ്റത്തുള്ളൂ. ഒന്ന് അതാണ്. രണ്ട്, നമ്മുടെ ആരോഗ്യമൊക്കെ ഇപ്പോൾ വേണം നശിച്ചു പോകാം. അപ്പോൾ പോകാൻ പറ്റുന്നതും ഓടാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്ന സമയത്തിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ആണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പോകുന്നത് ഓട്ടോറിക്ഷയിൽ പ്ലാൻ ചെയ്തു, പിന്നെ ബൈക്കിലേക്ക് പോയി, പിന്നെ അത് ഒരു പ്രൈവറ്റ് വണ്ടി നമ്മൾ പേരിന് വാങ്ങിച്ചിട്ട് പോകാമെന്നുള്ള നിലയിലായി, പിന്നെ ഒരു നാനോ കാർ വാങ്ങാമെന്നുള്ള നിലയിലായി, പിന്നെയാണ് നമ്മൾ സ്വന്തം കാറ് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ള പല ആലോചനകൾ പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം കാർ എടുത്തത്. സ്വന്തം കാറിന് തന്നെ നമ്മൾ ഒരുപാട് പൈസ മുടക്കി. അപ്പോൾ ആണ് എഡിറ്റിങ്ങിൻ്റെ കാര്യം, അതിൻ്റെ കാര്യമൊക്കെ പിന്നീട് വന്നത്. അതിന് വേണ്ടിയിട്ടും ഒരു ലാപ്പ് വാങ്ങിച്ചു. നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലിൽ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് ലാപ്പ് വാങ്ങിച്ചു. അങ്ങനെയും കുറേ ചിലവ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ സഹായിച്ചു. അവർ
അവരെ ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്തു. കുടുംബക്കാർ, നാട്ടുകാർ അവരൊക്കെ പറ്റുന്നുള്ള രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇത് നമ്മുടെ ഇപ്പോൾ തന്നെ ലൈവായിട്ട് പൊക്കോണ്ട് നിൽക്കുന്ന വിഷ്ണു കുക്കു എന്ന് പറയുന്ന അവരുടെ തന്നെ എന്താണ് ഫ്ലോറസ് എന്ന് പറയുന്ന ഒരു ചാനൽ, അവർ ഓട്ടോ ലൈഫാണ് ചെയ്യുന്നത്. അവർ പിന്നെ എനിബഡി ക്യാൻ ഡു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ. അപ്പോൾ അവരൊക്കെ നമ്മളെ ഒരുപാട് എന്താണ് പ്രേരണ ആയിട്ടുണ്ട് ഇതുപോലുള്ളൊരു യാത്ര. അപ്പോൾ കാറിൽ ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്, അതും കുടുംബാംഗങ്ങളോടുകൂടി പപ്പ, അമ്മ, വൈഫ്, കൊച്ച്, അങ്ങനെ ഉള്ള ഒരു വളരെ ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് ഇത്രയും ദിവസങ്ങൾ 18 ദിവസങ്ങൾ പിന്തുടരുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇതിലൊരു ഏറ്റവും എടുത്ത് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാലും വലിച്ചു നീട്ടുന്നില്ല. പറയാനുള്ളത് കേരളം ചുറ്റി അത് അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു യാത്രയിൽ ഇത്രയും ദിവസം നിന്ന ഒരു 2 വയസ്സുകാരൻ എന്നുള്ള നിലയിൽ മുന്നേ പരിചയപ്പെടുത്തുകയാണ്. മുന്നേ എനിക്ക് തോന്നുന്നു ഇതിലല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ ഇത്രയും ദിവസം ഇങ്ങനെ ഈ കേരളം ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയ ഇത്രയും ചെറിയ ഏജുള്ള മനുഷ്യനുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയുക. മുന്നേ ഹായ് പറ. അപ്പോൾ പറയുക, ഇത്രയും ദിവസം 14 ജില്ലകളും കറങ്ങിയ ഏറ്റവും ചെറിയ മനുഷ്യനാണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ വേറെ കാണാം, നമ്മുടെ അറിവനുസരിച്ച് ഞാൻ പറഞ്ഞതാണ്, ചിലപ്പോൾ വേറെ കാണാം. അത് ആരെങ്കിലും അറിവിലുണ്ടെങ്കിൽ പറയാം. ഹായ് പറയടാ. ഹായ്. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഒരു കൊച്ചിനെ കൂടെ കൂട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ള സാഹചര്യങ്ങൾ. അപ്പോൾ അവന് നമ്മുടെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പപ്പയുണ്ട്, അമ്മയുണ്ട്, രാഗിയുണ്ട്. പപ്പയുടെ കാര്യം ചോദിക്കാം. വാ, പപ്പയുടെ അനുഭവം. നമ്മൾ ഒരു ഇത്രയും അവിടെ നിന്ന് ഇത്രയും ട്രിപ്പ് നടന്നതിൽ എന്താണ് അനുഭവം എന്ന് പറഞ്ഞാൽ മതി. എന്താണ്? ഞങ്ങൾ കേരള യാത്ര ആരംഭിച്ചത് 25-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ഇന്ന് ഇവിടെ കാസർഗോഡ് ഇവിടെ അവസാനിക്കുകയാണ്. യാത്ര നല്ല യാത്രയായിരുന്നു. എന്നാൽ മഴയുടേതായ പ്രതിബന്ധങ്ങളും മറ്റുള്ളതായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് വളരെ സന്തോഷകരമായിട്ട് യാത്ര ആരംഭിക്കുവാനും ഇന്നിവിടെ അവസാനിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതിൻ്റെതായ പരിസമാപ്തിയിലും ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടി ആയിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ പപ്പയുടെ പങ്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നേതാവ് തന്നെയാണ് പപ്പ. അപ്പോൾ വന്നതിൻ്റെ ഉള്ള വളരെ പ്രയോജനമാണ് നമുക്ക്. പപ്പ എന്താണ് ഇതിൻ്റെ ഓടിക്കുമ്പോൾ ഇത്രയും ദൂരം 2000-3000 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദൂരം ഓടിക്കുമ്പോൾ പപ്പ ഫ്രണ്ടിലുണ്ടായിരുന്നു. വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു തരാനും റൂട്ടുകൾ പറഞ്ഞു തരാനും എല്ലാം സഹായിച്ചു പപ്പ. പിന്നെ നമ്മുടെ കുക്കിങ്ങിൻ്റെ കാര്യം, അങ്ങനെ പിന്നെ പാട്ടിടാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയും അനുഭവങ്ങളുണ്ട് ഈ യാത്രയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പപ്പ ഭയങ്കരമായിട്ടും ഈ ട്രിപ്പിൽ സഹായിച്ചു എന്ന് തന്നെ പറയാം. എന്തായിരുന്നാലും ഇനി അടുത്ത ആളിനോട് പോവാം. അമ്മ. അടുത്ത ട്രിപ്പിൽ അടുത്തൊരു മെയിൻ ആളാണ് അമ്മ. എന്താണമ്മ ഒരു അനുഭവം? എന്നെക്കുറിച്ചൊന്നും പറയണ്ട, ട്രിപ്പിനെ കുറിച്ച് പറ. എനിക്ക് പറയാനുള്ളത്, ഈ പ്രായത്തിനിടയിൽ ഇത്രയും പ്രായം ഉണ്ടെങ്കിലും ഈ സമയത്ത് ഞങ്ങളെ കൂടെ അവന് കൂട്ടാനുള്ള മനസ്സ് ഉണ്ടായിരുന്നു. മക്കൾ, മരുമക്കൾ, ചെറുകുട്ടികൾ എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് പോയി സന്തോഷത്തോടെ 14 ജില്ലകളും പോയി കാണുവാൻ ദൈവം സഹായിച്ചു. യാത്രയിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു അപകടങ്ങളോ ഒന്നും വരാതെ വണ്ണം ദൈവം കാത്ത് ഞങ്ങളെ ഓരോരുത്തരെയും. ഇന്നത്തെ സാഹചര്യത്തിൽ ആരും മക്കളും മരുമക്കളും ഒന്നും ആരെയും അപ്പനും അമ്മയൊന്നും കൂട്ടുന്ന സാഹചര്യങ്ങളൊന്നും അല്ല. എന്നാലും ഞങ്ങളെ ഇത്രയും പ്രായമായെങ്കിൽ ഞങ്ങളെ കൂടെ കൂട്ടാനുള്ള മനസ്സ് അവനും മരുമകളും ഒക്കെ കാണിച്ചു. അതിന് നന്ദി പറയുകയാണ്. യാത്രയിലൊക്കെ ദൈവം സഹായിച്ചു. ഞങ്ങളെ മടക്കയാത്രയിലും ദൈവം കൂടെ ഇരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പോയ യാത്രയിലും വന്ന യാത്രയിലും എല്ലാം ദൈവം സഹായിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനവൻ ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓ, അപ്പോൾ ഇതാണ് അമ്മ. പപ്പയെ പോലെ തന്നെ യാത്രയിലെ മെയിൻ ഒരു ഘടകമായിരുന്നു. നമ്മുടെ അവിടെ നിന്ന് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നു, ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നുവെങ്കിലും ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും രാത്രി നമ്മൾ ചെന്നതിന് ശേഷം ഫുഡ് നമ്മൾ വെച്ചാണ് കഴിച്ചത്. അപ്പോൾ ഫുഡ് വയ്ക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം അമ്മയ്ക്കും ഉണ്ടായിരുന്നു. ഇനി അടുത്ത ആൾ നമ്മുടെ പ്രിയ പത്നി രാഹിയാണ്. രാഹിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. എന്ത് പറയാന്ന് വെച്ചാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ദിവസം ഒരുമിച്ച് സത്യം പറയാനൊന്നും കിട്ടുന്നില്ല. എന്തായാലും
സൂപ്പറായിരുന്നു. ദൈവം തന്നെ കാത്ത് നമ്മളെ ഇത്രയും ഇങ്ങനെ എത്തിച്ചു എന്ന് തന്നെ പറയാം. കാരണം വരുന്ന വഴിയിൽ നമ്മൾ മുന്നേ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. ഞങ്ങളുടെ യാത്രയിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി, ഒത്തിരി പ്രയാസങ്ങളുണ്ടായി. പിന്നെ മെയിനായിട്ട് ഈ 14 ജില്ലയും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ചിലയിടത്തുണ്ടായ സാഹചര്യങ്ങൾ നമുക്കെല്ലാം അങ്ങ് പറയാൻ പറ്റില്ല. ഉണ്ടായ സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് വരെ നമ്മൾ ചിന്തിച്ച സമയങ്ങളുണ്ട്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നും അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും ദൈവം സഹായിച്ചെത്തി. നമ്മൾ ഇത് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ രീതിയിൽ തന്നെ നമ്മൾ രാവിലെ നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് ദൈവമാണല്ലോ ഏറ്റവും മെയിൻ ഘടകം. രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും പപ്പ എല്ലാ ദിവസവും ഈ 19 ദിവസവും ഇന്നുൾപ്പെടെ 19 ദിവസം പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അത് പോയിട്ട് ഞങ്ങൾക്ക് നമ്മുടെ രീതി അനുസരിച്ച് എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയുണ്ട്. ഇത് നമുക്ക് റൂമിൽ പോകുമ്പോൾ നമ്മൾ ലേറ്റ് ആവും, 10 മണിയൊക്കെ ആവും, ലേറ്റ് ആവും. അതുകൊണ്ട് അപ്പോൾ നടന്നില്ലെങ്കിൽ നമ്മൾ ടയേർഡാണ്. റൂമിൽ കയറും നമ്മൾ, പിന്നെ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഇത്രയും ദിവസമല്ലേ, അതുകൊണ്ട് നമ്മൾ കാറിനകത്ത് തന്നെ ഒരു 7 മണി സമയമാകുമ്പോൾ നമ്മൾ കാറിനകത്ത് ഡോറൊക്കെ അടച്ചിട്ടിട്ട് നമ്മൾ തന്നെ ഭവന പ്രാർത്ഥന എന്ന് പറയും, അതുപോലെ തന്നെ നമ്മൾ പ്രെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും മുൻപന്തി ദൈവത്തിനാണ്. ഇതുവരെ എത്തിച്ച ദൈവത്തിന് തന്നെ നന്ദി. പിന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ടൂറ്. ഞാൻ 3 വരെയൊക്കെ പോയിട്ടുള്ളൂ. അതും നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ. വേറെ വേളാങ്കണ്ണി അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇത് ഇത്രയും ജില്ലകളിൽ പോകാം അത് ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റി, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റി, എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ പറ്റി. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത ദൈവത്തിനും കൂടെ ഉണ്ടായിരുന്ന പപ്പ അമ്മ എല്ലാവർക്കും ഏറ്റവും പ്രധാനമൊന്നും മുന്നേ കുറിച്ച് നമ്മൾ വിചാരിച്ചില്ല. കാരണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിസ്സാര ചെറിയ ആവശ്യത്തിന് കുറച്ചൊരു 10 കിലോമീറ്ററിന് അപ്പുറത്ത് പോകുമ്പോൾ വരെ ഭയങ്കര നിർബന്ധമാണ് ചേട്ടൻ ഇരിക്കുന്നത്, ഡ്രൈവ് ചെയ്യണ സീറ്റിൽ തന്നെ ഇരിക്കണം. ആദ്യം ഒരു ദിവസം ഇരുന്ന് കാണിച്ചപ്പോൾ പിന്നെ അവന് നിർബന്ധം വാശിയായി ചേട്ടൻ്റെ കൂടെ തന്നെ ഇരിക്കണം, ഡ്രൈവ് ചെയ്യുന്ന സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമായി. ഈ ഒരു കാര്യമായിരുന്നു നമുക്ക് ആദ്യം തൊട്ടുള്ള ഏറ്റവും വലിയ ടെൻഷൻ. മുന്നേ എങ്ങനെയായിരിക്കും, ഇത്രയും ദൂരം മാറി ഓട്ടിക്കാൻ ആരുമില്ല, ചേട്ടൻ തന്നെ ഡ്രൈവ് ചെയ്താലും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തും. ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു. പക്ഷേ അതിൽ ചേട്ടൻ പറയുമ്പോൾ എർട്ടികക്കാർക്ക് പ്രത്യേകം നന്ദി തരണം. നമ്മുടെ ബാക്കിലത്തെ സെക്കൻഡ് ലെയറിലെ 2 സീറ്റിൻ്റെ ഇടയിൽ ചെറിയൊരു ഇതുണ്ട്, ഇത് ഹാൻഡ് വയ്ക്കുന്ന ഹാൻഡ് റെസ്റ്റ് എന്ന സംഭവം, അതിനാണ് ഫുൾ ഇരുന്നത്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് മാത്രമേ ചെറിയ പിണക്കമുള്ളൂ. അതിന് മുന്നേ ഫുൾ എല്ലാ ദിവസവും അവിടെയാണ് ഇരുന്നത്. ഒരു ബുദ്ധിമുട്ടും അവനെ കൊണ്ട് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഈ കൊണ്ട് അലയ്ക്കുന്ന കാരണം ചെറിയ ക്ഷീണവും ഉറക്കത്തിൻ്റെതായിട്ടുള്ള പ്രശ്നവും ഫുഡിൻ്റെ അങ്ങനെ ഉള്ളൂ. അവനെ കരുതിയാണ് കൂടുതലും നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ കടയിൽ നിന്നുള്ള ഫുഡുകൾ എപ്പോഴും അവന് പറ്റത്തില്ല, നമ്മളെക്കാട്ടി കൂടുതൽ അവന് പറ്റത്തില്ല. അപ്പോൾ അവനെ കരുതിയാണ് കൂടുതലും നമ്മൾ ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ചാൽ അവൻ കഴിക്കുന്ന ഫുഡുകൾ അവന് കൊടുത്താലേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കടയിൽ കയറുമ്പോൾ ഒത്തിരി സമയം, ചിലപ്പോൾ 1 മണിക്കൂർ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊടുക്കും പോലെ 1 മണിക്കൂർ വരെ ചിലപ്പോൾ അവന് കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഫുഡാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാം. അങ്ങനെ എന്തായാലും ദൈവം സഹായിച്ചു. ഇങ്ങനെ ഒരു ട്രിപ്പിന് എന്നെ കൂടെ കൂട്ടിയതിൽ ഏറ്റവും വലിയ നന്ദി ട്രാവൽ ഡയറി മുതലാളിയോട് പറയുകയാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, നിങ്ങൾ ഒത്തിരി പേര് വിളിച്ചു, ഒത്തിരി പേര് സഹായിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ 3 സ്പോൺസേഴ്സിനെ ഓർക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബിഗ് താങ്ക്സ്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ അടുത്ത മെയിൻ ആളായിരുന്നു രാഹി ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫുഡ് വയ്ക്കുന്ന കാര്യത്തിലായിരുന്നാലും അമ്മയെ മാക്സിമം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും, റൂട്ട്, സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ, പിന്നെ എല്ലാ അറേഞ്ചും എൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യവും, എനിക്ക് വേറെ ഒരു കാര്യത്തിനും എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. രാഹി ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും, കൊച്ചിൻ്റെ കാര്യങ്ങൾ ബാക്കി എല്ലാം രാഹി തന്നെ അത് നോക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാഹിയുടെ അമ്മയാണ് നമ്മുടെ മീനൊക്കെ അച്ചാർ വെച്ച് തന്നത്, അടമാങ്ങ അച്ചാർ, അവിലോസുണ്ട, കുറേ സാധനങ്ങൾ, ചിപ്സ്, വറ്റൽ, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വെച്ച് തന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ രാഹിയുടെ അമ്മ, പിന്നെ അളിയൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ ചേട്ടൻ, ചേച്ചി, അന്ന, കുഞ്ചി, ഇത്രയും പേര്. അവർ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞതിന് തൊട്ട് മുന്നെയാണ് വീട് വെച്ച് പാല് കാച്ച് മാറിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റിയത്. ആ പാല് കാച്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ ട്രിപ്പ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തതിലും വളരെ വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ദിവസം അങ്ങനെ 1 ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥലങ്ങൾ പറഞ്ഞു തരുന്നതിലും ഇവിടുത്തെ കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അരുൺ ചേട്ടൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അരുൺ ചേട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും തിരക്കുന്നുണ്ടായിരുന്നു. ദീപു ഇപ്പോൾ ഹോസ്പിറ്റലാണ്, അവനും എല്ലാ ദിവസവും വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. പേരെടുത്ത് പറയത്തിൽ ആരും വിഷമം വിചാരിക്കരുത്. അങ്ങനെ തുടങ്ങി സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ.
പിന്നെ പല ജില്ലകളിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ PWD ആണ് നമ്മൾ റെസ്റ്റ് ചെയ്തത്. അതിൽ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ഓഫീസേഴ്സുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് പരിപാടി നമ്മൾ ഓൾ കേരള 14 ജില്ലകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആഘോഷപരമായിട്ട് നമ്മൾ വീഡിയോ ഇട്ട് ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ നല്ല കയറിപ്പോയി, നമ്മളെ സംബന്ധിച്ച് നല്ലതായിട്ട് കയറിപ്പോയി. പിന്നീട് വ്യൂസ് കുറഞ്ഞു വന്നു. ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഒരു വർഷത്തിലായിരിക്കും ചിലപ്പോൾ ഇത് വ്യൂസ് കൂടുന്നത്. എന്തായിരുന്നാലും കൂടിയാലും കൂടിയില്ലെങ്കിലും നമുക്ക് ഇതിങ്ങനെ ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിക്കാൻ വേണ്ടി ദൈവം അവസരം തന്നു. വലിയൊരു ആഗ്രഹമാണ്, കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹം. നമ്മൾ ഇത്രയും പേര് ഒരാഗ്രഹം, എൻ്റെ ആഗ്രഹം ഇവരുടെ എല്ലാവരുടെ ആഗ്രഹമായിട്ട് മാറി അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കേക്ക് കട്ടിങ്ങാണ് ലാസ്റ്റ് നമ്മൾ വച്ചേക്കുന്നത്. പിന്നെ ഇതല്ലാണ്ട് നമ്മൾ ഒരുപാട് പൈസ ചിലവ്, നമ്മൾ വളരെ സ്പോൺസറിങ് ഉണ്ട് എങ്കിലും നമ്മൾ ഒരുപാട് ക്യാഷ് നമ്മളിതിൻ്റെ പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടിക്കായിരുന്നാലും ഇതിന് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലാപ്പ് വാങ്ങിച്ചു. പിന്നെ ക്യാമറകൾ, കാര്യങ്ങൾ, മെമ്മറി കാർഡ് അതുപോലുള്ള തുടങ്ങിയിട്ട് ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. എന്നാൽ നമ്മൾ പോകുന്ന വഴിക്ക് ഒരാളെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെറിയ രീതിക്ക്, ആരാണ് എന്താണെന്നൊന്നും കാണിക്കുന്നില്ല, എങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന സാധനം ഉണ്ടെങ്കിൽ മാത്രം കാണിക്കും. ആരാണ് എന്താണെന്നൊന്നും കാണിക്കില്ല. പറ്റുകയാണെങ്കിൽ ഈ പോകുന്ന പോക്കിൽ നമ്മൾ ഒരു കുടുംബത്തിനെങ്കിലും ഒരു പറ്റുന്ന സഹായം നമ്മൾ ചെയ്തിട്ട് പോകുള്ളൂ. അത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഉള്ള തീരുമാനമാണ്. എന്തായിരുന്നാലും നമ്മുടെ കേക്ക് കട്ടിങ് ഫംഗ്ഷൻ തുടങ്ങുകയാണ്. കാരണം ഇനി നിന്ന് താമസിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്ത് കുളമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇത്രയും ദിവസം നമ്മുടെ വണ്ടിയാണ് നമ്മളെ കൊണ്ട് നടന്നത്. ഇതിൻ്റെ പുറകിൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സാധനങ്ങളെല്ലാം കുത്തി ഞെരുക്കി വെച്ചൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുണ്ട്, നമ്മളെ യാത്ര ചെയ്ത എല്ലാ ആൾക്കാരും ഉണ്ട്, ഞാനും ഉണ്ട്. നമ്മുടെ ഇതിൽ അതെ ട്രെയിൻ കറക്റ്റ് സ്പോട്ടാണ് കേട്ടോ. ട്രെയിൻ ട്രെയിൻ ഇനിയുണ്ട്. എവിടെ ട്രെയിൻ? എവിടെ ട്രെയിന്? അപ്പോൾ ട്രെയിന് പോകുന്നതിനോടനുബന്ധിച്ച് നമ്മളും പോകുന്നു നമ്മുടെ കേക്ക് കട്ടിങ്ങിലേക്ക്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി അടുത്ത് മുന്നച്ചിയെ കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിലുള്ള ഏറ്റവും കുഞ്ഞു മനുഷ്യൻ മുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുന്ന കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഒരു സന്തോഷം. എവിടെ ഓക്കെ, അങ്ങനെ അടിപൊളി. അപ്പോൾ ബാക്കിയുള്ളവർ കൂടെ കൊടുക്കാം. പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മളിനി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് റെയിൽവേ ക്രോസാണ് കേട്ടോ. നേരത്തെ ഇതുവഴിയാണ് ട്രെയിൻ പോയത്. അപ്പോൾ നമ്മളെ ലൈവിൽ വന്നപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആലപ്പുഴ വന്നപ്പോഴത്തേക്കും നമുക്ക് നല്ല വെള്ളക്കെട്ടുണ്ടായിരുന്നു. വണ്ടി പോകുന്ന വഴിക്ക് നമുക്കൊന്നും പറ്റിയില്ല, എന്നാലും നല്ല വെള്ളക്കെട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന വഴിക്ക് തന്നെ രാത്രിയായിരുന്നു, റോഡ് കണ്ടുകൂടാത്ത അവസ്ഥയുണ്ടായിരുന്നു. രാത്രിയായിരുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് നമ്മൾ വേറൊരു വാർത്തയൊക്കെ കേട്ടത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത വഴി മാപ്പ് നോക്കി പോകുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഒന്ന് അതായിരുന്നു, ആലപ്പുഴ വന്നപ്പോഴത്തേക്ക് റോഡ് നിറയെ വെള്ളം, വണ്ടി ചാടി വെള്ളം അപ്പുറത്ത് പോകുന്ന ഒരിതുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് വന്നപ്പോൾ വണ്ടി ഇറങ്ങി, വണ്ടി ഓഫാവുന്നുള്ളൊരു സ്ഥിതി വന്നു. ഓഫായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയേനെ. പക്ഷെ വണ്ടി ഓഫായില്ല, ദൈവം സഹായിച്ചു. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് കരകയറാൻ പറ്റി. പിന്നെ വാഗമണ്ണ് ഇല്ലിക്കൽ കല്ലിൽ പോയപ്പോഴത്തേക്ക് നമുക്ക് വണ്ടിക്ക് അതുപോലൊരു പ്രശ്നം പറ്റി. ഭയങ്കര കയറ്റമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വയനാട് മിനി ഊട്ടി പോയിട്ട് വരുമ്പോഴത്തേക്കും ഇന്നലത്തെ യാത്രയിൽ നമുക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. നമ്മൾ ഹൈ റേഞ്ച് കയറി മഞ്ഞ് കാരണം ഒരു പൊടി പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര മഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തായിരുന്നാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളപ്പോൾ ഇനി ഈ ഒരു യാത്ര നമ്മളിവിടെ ക്ലോസ് ചെയ്ത് ഇനി നമ്മൾ വീട്ടിലേക്ക് പോയാണ്.
എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മുടെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ബൈ. ആ കറക്റ്റാണ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്. 4:15 സമയം. നമ്മളിവിടുന്ന് ഇനി 14 മണിക്കൂറാണ് കാണിക്കുന്നത്. എന്തായിരുന്നാലും നമ്മൾ പതുക്കെ അങ്ങ് വരും. നൈറ്റ് കുറച്ച് ഓടുക, നമുക്കപ്പോൾ തിരക്ക് കുറവായിരിക്കും, അതുകൊണ്ടാണ് നൈറ്റ് ഓടുന്നത്. എന്തായിരുന്നാലും നമ്മൾ ഇനി പോയതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെ പിന്നീട് കാണാം. ഇതിൻ്റെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി കാണാനുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. പോവാം. ഓക്കെ. ഞങ്ങൾ തിരിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക്. നീണ്ട 18 ദിവസങ്ങൾ. വല്ലാത്ത സന്തോഷം. എവറസ്റ്റ് കീഴടക്കിയ ഒരു സന്തോഷം. നമ്മൾ വിചാരിച്ചില്ല, എന്തായാലും ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. എന്തായാലും ദൈവം സഹായിച്ചു. യാത്ര വളരെ സന്തോഷമായിട്ട് വിചാരിച്ച രീതിയിലൊക്കെ തന്നെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വളരെ സന്തോഷമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോഴും മനസ്സിൽ ചെറിയ വിഷമം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, യാത്ര പോകുന്നു. അപ്പോൾ ഇനി അങ്ങനൊരു സംഭവം ഇനി അടുത്ത കാലത്തൊന്നുമില്ല. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം. എന്തായാലും കുടുംബത്തോടൊപ്പം ഫാമിലിയോടൊപ്പം ഇത്രയും ദിവസം, അതും നിങ്ങളും ഞങ്ങളോട് ഉണ്ടായിരുന്നു ഈ യാത്രയുടെ കൂടെ. ഒരുപാട് പേര് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. യാത്രയിൽ തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ 2 പേര് കുറച്ച് ക്യാഷ് അയച്ചു തന്ന് സഹായിച്ചിട്ടുണ്ട്. ഒന്ന് ലിജിൻ ചേട്ടൻ, ഒന്ന് സ്റ്റീവൻ ജോസ് അച്ഛൻ. 2 പേരും അച്ഛനാണ്. 2 പേരും നമ്മൾ ചോദിക്കാതെ നമ്മുടെ യാത്ര എപ്പിസോഡുകൾ കണ്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ചോദിക്കാതെ അയച്ചു തന്നിട്ടുണ്ട്. വളരെ സന്തോഷം. നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ തന്നെ കുറച്ച് ഷോർട്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെടുത്ത് ആശംസ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലാണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് പറഞ്ഞു. എങ്കിലും നമുക്ക് നമ്മളെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്ന അഞ്ചു പറഞ്ഞു തന്നു. അതുപോലെ പ്രിൻസ് ചേട്ടൻ വെള്ളനാട്, അതുപോലെ അനുചേട്ടൻ കരവളം. അപ്പോൾ ഇവർ 3 പേര് നമുക്ക് ഷോർട്സൊക്കെ അവരുടെ പേരിലുള്ള ആശംസയൊക്കെ അയച്ചു തന്നു. അതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. നേരത്തെ പറയാൻ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയി, അതാണ് നമ്മൾ ഒന്നും കൂടെ പറയുന്നത്. ഇവരൊക്കെ നമ്മൾ ഓർമ്മിച്ചില്ലെങ്കിൽ നന്ദികേടായിപ്പോവും. ഈ ചാനൽ തുടങ്ങിയ അതുമുതൽ നമ്മുടെ ഒരു സപ്പോർട്ട് ഉള്ള മെയിൻ സപ്പോർട്ട്, നമ്മളെല്ലാ എപ്പിസോഡുകളും മുടങ്ങാണ്ട് കാണുന്ന, അതും അവിടെ ഇവിടെ ആദ്യ അവസാനം മാത്രമല്ല ഫുള്ളായിട്ട് കാണുന്ന നമ്മുടെ ഈ ചാനൽ തന്നെ ഈ ഫാമിലിയുടെ ഒരു അംഗമായിട്ടുള്ള അഞ്ജലി, അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാ എപ്പിസോഡുകളും കണ്ട് അതിന് കമൻ്റ് ഇടുന്നുണ്ട്. കണ്ട കാര്യങ്ങൾ തന്നെ അല്ല സൂപ്പർ അല്ലെങ്കിൽ ഒരു സ്മൈലി അയച്ചു പോകുന്നതല്ല, കണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ കമൻ്റ് ഇടുന്നുണ്ട്. വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന അഞ്ജലി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ജിൻസി, ജാൻസി, അവർ നമ്മുടെ എപ്പിസോഡുകൾ മുടങ്ങാതെ കാണുന്നുണ്ട്. മുടങ്ങാതെ കാണുന്ന എല്ലാവർക്കും പേരെടുത്ത് പറയേണ്ട ആവശ്യമുള്ള 1-2 പേരെ മാത്രമാണ് പേരെടുത്ത് പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് കേട്ടോ. നമ്മൾ വരുന്ന റോഡിലൊക്കെ പണി നടക്കുന്നുണ്ടായിരുന്നേ. ദൂരെ കാണുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള കുറച്ച് അവസ്ഥകൾ നമുക്ക് മനസ്സിലാവും. റോഡ് പണിയാണ് നടക്കുന്നത്. അവർ കോൺക്രീറ്റൊക്കെ വെച്ച് സൈഡ് വാളൊക്കെ കെട്ടുന്നുണ്ട്. എന്തായാലും ഇതുവഴി പോകുമ്പോഴും ഈ വിഷ്വലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ഭയം ഉള്ളിലുണ്ടായേക്കാം. കാരണം നമ്മളെ ഷിരൂരിലും വയനാടും ഒക്കെ ഉണ്ടായ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇത്രയ്ക്ക് കട്ടിയായിട്ട് മണ്ണ് ഇടിച്ചാണ് ചെയ്യുന്നത്. അവരതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എടുത്തിട്ടാവാൻ ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. എന്തായിരുന്നാലും ഈ സൈഡ് വഴിയൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. നമ്മൾ പോകണ വഴിക്കാണ് കേട്ടോ. ഇനി 515 കിലോമീറ്റർ കെട്ടി വെച്ചേക്കാം നമ്മളവിടെ. അല്ലേ ഇതെന്തൊരു നൂലൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കാം.
നമ്മളവിടെ ഒരു ഫോൺ പോലെ മടക്കിയാണ് എടുക്കുന്നത്, കെട്ടിയാണ് വെച്ചേക്കുന്നത്, നൂലൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കുന്നത്, ചൂട് കമ്പനി ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുന്നത് ഇഷ്ടം പോലെ. ഓക്കെ, പയ്യെ പയ്യെ പോവാ. നമ്മുടെ ചാനലിൽ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരോട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമ്മളിതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രയായിരുന്നു. ഓരോ ദിവസങ്ങളുടെ അല്ലെങ്കിൽ പകുതി ദിവസങ്ങളുടെയാണ് ഓരോ എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ ജില്ലയിൽ ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം, അതുപോലെ 4, 5, 7, 8 സ്ഥലങ്ങളൊക്കെ പോയ ദിവസങ്ങളുണ്ട്. നമ്മളിതെല്ലാം ഓൾ കേരള ട്രിപ്പ് എന്നുള്ള പേരിലാണ് നമ്മൾ എപ്പിസോഡ് 1, 2, 3 അങ്ങനെയാണ് പോയിരിക്കുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് ഉപയോഗം വരാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് കണ്ട് വന്ന ആൾക്കാർക്ക്, അതായത് സ്ഥിരം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ബോറായിട്ട് തോന്നും. പക്ഷേ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സ്ഥലം പേരടിച്ച് കഴിഞ്ഞാൽ കിട്ടണമല്ലോ. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ യാത്ര പോകുന്നത് എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇതിൽ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സെർച്ച് ചെയ്താൽ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1 by 1 ആയിട്ട് ഇപ്പോൾ പൂവാർ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറേ ആൾക്കാർ കൂടെ പ്രയോജനം വരും. നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരാളെങ്കിലും പറ്റുമെങ്കിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ സഹായിക്കുമെന്ന്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. നമ്മളൊരു കടയിലേക്ക് കയറി നമുക്ക് ഒരു കുടുംബത്തിന് പറ്റുന്ന, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സഹായം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ നമ്മൾ കയറി. നമ്മളിത് മുന്നമേ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹമാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു വയ്യാണ്ട് കിടക്കുന്ന ഒരു ചേട്ടനായിരുന്നു. പുള്ളി ഇപ്പോൾ ഇല്ല. ആ പുള്ളി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മാനവീയം വീതിയിലൊക്കെ ഞാൻ മെലോഡിക്ക വായിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ആ പ്ലാനിംഗ് ഒന്നും വർക്കൗട്ടായില്ല. എന്തായാലും സഹായിക്കണമെന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് പേരെ കാണണമെന്നുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കണ്ടു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാണിത്. ഇത് പോകും വഴിക്ക് നമ്മൾ ആ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകും. അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഒരിക്കലും ഇത് നമ്മൾ ചെയ്തിട്ട് കാണിക്കുന്നു എന്ന് ആരും വിചാരിക്കരുത്. ഒരാൾക്കെങ്കിലും ഒരു പ്രേരണ ആവട്ടെ എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ഇത്രയും ദിവസം കുറേ ക്യാഷ് നമുക്കിതിൻ്റെ പുറകെ ചിലവായിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഒരാൾക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനപ്പെടണം. കുറച്ചെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഒരാൾക്കെങ്കിലും ഒരു പ്രേരണ ആവട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് അവിടെ വീട്ടിൽ പോയിട്ട് നമ്മൾ കണ്ടിട്ട് അവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മളെ തുടക്ക ദിവസം മുതൽ മഴ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ യാത്രയ്ക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇന്നലെ യാത്രയിൽ നല്ല കഷ്ടപ്പെട്ടു രാത്രി റൂമിലെത്താൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണേ. നമ്മൾ 4 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഇപ്പോൾ രാവിലെ ഇവിടെ ഒരു 9 മണിക്കൊക്കെ എത്തും എന്നുള്ള കണക്കൂട്ടിലാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. യാത്രയിൽ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഇടയ്ക്ക് ചായ കൂടി ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് മഴ ഇത്രയും ദിവസം നമ്മൾ അനുഭവിച്ചതിൽ നിന്ന് കൂടുതലായിട്ടുള്ള മഴ. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം റോഡ് എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. റോഡ് മുഴുവൻ വെള്ളമാണ്. ഇത് പല സ്ഥലത്തും പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെ വലത് സൈഡ് പണി നടക്കുകയാണ്. ഇടത് സൈഡാണ് ആകെ ഈ റോഡെന്ന് പറയുന്ന സംഭവം കുറച്ചുള്ളത്. പണി നടക്കുന്നതുകൊണ്ടാണ്. ഇനി നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല അടിപൊളി റോഡാവും ഇവിടെ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ്. ബൈക്കുകാർക്കോ ആ ലോറി തന്നെ പോകുന്നത് എന്ത് പ്രയാസപ്പെട്ടാണ് പോകുന്നത്. അതിൻ്റെ കൂടെയാണ് മഴയും ഈ വെള്ളക്കെട്ടും. ചില സ്ഥലങ്ങളിൽ റോഡേ ഇല്ല, മുഴുവൻ വെള്ളമാണ്. അപ്പോൾ റോഡ് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. ഇതിനിടയ്ക്ക് ഇനി ചാലുണ്ടോ കുഴിയുണ്ടോ കിണറുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. ഇടത് സൈഡ് ഒരു പെട്രോൾ പമ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് റോഡിൻ്റെ മുഴുവനായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ലോറികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പാട്. അപ്പോൾ ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാരുടെ കാര്യം ചിന്തിക്കാവുന്നതേ ഉള്ളൂ.
കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മഴ പിന്നെയും ശക്തിപ്പെട്ടു കേട്ടോ. നമ്മൾ യാത്രയിൽ കണ്ടതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മഴ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് റോഡ് പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ മഴ പെയ്യുകയാണ്. വൈപ്പറൊക്കെ മാക്സിമം സ്പീഡിൽ ഇട്ടിരിക്കുകയാണ്. എന്നാൽ പോലും ഭയങ്കര മഴ. നമ്മൾ മാപ്പൊക്കെ നോക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോവുകയാണ്. ഒരു രക്ഷയില്ല. മഴയെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ശക്തമായിട്ടുള്ള മഴ. വാഹനങ്ങൾ അടുത്തൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ പേടിയാവുന്നുണ്ട്. കാര്യം കണ്ടില്ലേ, ഗ്ലാസ്സിൽ നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന്. തൊട്ടടുത്തൂടെയൊക്കെയാണ് പോകുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയാമോ, നമ്മൾ പറ്റത്തില്ല, വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഭയങ്കര മഴയാണ്, പിന്നെ വെള്ളക്കെട്ടുകളാണ്, ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്രയും ദിവസം രാഹി പുറകിലാണിരുന്നത്. ഇന്ന് പപ്പ പുറകിൽ പോയി, രാഹി ഫ്രണ്ടിൽ വന്നു. എനിക്ക് കൂട്ടായിട്ട് രാഹി ആകുമ്പോൾ ഉറങ്ങത്തില്ല, കൂടെ ഇരിക്കും. നമ്മൾ മുന്നേ ട്രിപ്പുകളിൽ പോകുമ്പോൾ ഉറങ്ങാതെ രാഹി കറക്റ്റായിട്ട് കൂടെ സപ്പോർട്ടായിട്ട് ഇരിക്കും. രാഹിയും ഫ്രണ്ടിൽ വന്നു. മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു, പക്ഷെ നടക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്തെന്നറിയാമോ, നമ്മൾ വണ്ടി ഒതുക്കി. ഒന്നല്ല, ഏകദേശം 7-8 സ്ഥലത്ത് വണ്ടി ഒതുക്കി കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത്. ഒതുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഉറങ്ങി കേട്ടോ. കാര്യം ഇത്രയും മഴയത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ വണ്ടി ഒതുക്കി കുറച്ചൊക്കെ ഉറങ്ങി. പലയിടത്ത് നിർത്തി നമ്മൾ കുറേശ്ശെ ഉറങ്ങി, അങ്ങ് ഉറങ്ങി. വണ്ടിയിൽ തന്നെ എല്ലാവരും ഇരുന്ന് ഉറങ്ങി. കാര്യം അത്രയ്ക്ക് ശക്തമായിട്ടുള്ള മഴയായിരുന്നു. പിന്നെ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ എണീറ്റിട്ട് നമ്മൾ നേരെ യാത്ര തുടർന്നു. രാവിലെ എത്തുമെന്നുള്ള ഒരു മോഹമൊക്കെ പിന്നെ ഉപേക്ഷിച്ചു. കാര്യം നമ്മുടെ പ്ലാനിങ് ഒക്കെ തെറ്റി. മഴ കാരണം നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാതെ നമ്മൾ നന്നായിട്ട് വിഷമിച്ചു. പിന്നീടാണ് നമ്മുടെ യാത്ര തുടർന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കിലോമീറ്ററൊക്കെ പറയുന്നുണ്ടായിരുന്നു, അത് ഡയറക്റ്റ് തിരുവനന്തപുരത്ത് എത്താനാണ്. നമ്മൾ ഇടയ്ക്ക് സാധനമൊക്കെ വാങ്ങിച്ചില്ലേ, അതൊക്കെ കൊടുക്കണ്ടേ. അത് കുറച്ച് റൂട്ട് മാറിയാണ് പോകുന്നത്. അപ്പോൾ കിലോമീറ്റർ പിന്നെയും കൂടും. എന്തായാലും നമുക്ക് പോവാം നേരെ. ഇനി ഹൈവേ ആണ് കേട്ടോ. വരും വഴി നമ്മൾ പലയിടത്തായിട്ട് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ഇറങ്ങി. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ആ വീട്ടിൽ നമ്മൾ സാധനം കൊണ്ടെത്തിച്ചു. അവരുമായിട്ട് സംസാരിച്ചു. വളരെ സന്തോഷം. നമുക്ക് ഈ ചെറിയൊരു കാര്യമെങ്കിലും ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ ഈ യാത്രയിൽ ഇങ്ങനൊരു ചെറിയൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ. വേറെ ആൾക്കാരെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പല സാഹചര്യങ്ങൾ നടന്നില്ല. അത് നമ്മൾ ഇനി നമ്മുടെ വീട്ടിലേക്കാണ് തിരിച്ചു പോകുന്നത്. നമ്മൾ തിരിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ മുണ്ടേല സ്കൂളിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ തിരിക്കുന്നത്. തിരിച്ച് നമ്മൾ പോകുന്നത് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ ആദ്യം തിരിച്ചിട്ട് നേരെ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മുടെ യാത്ര ഫസ്റ്റ് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ തിരിച്ച് പോകുന്നത് നമ്മൾ മുണ്ടേല വഴി ചേട്ടൻ്റെ വീട്ടിലാണ് പോകുന്നത്. ചേട്ടൻ്റെ വീട് അരുവിക്കരയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം മുണ്ടേല ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുണ്ടേല ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ചേട്ടൻ്റെ വീടെത്താറായി. ഇത്രയും ദിവസത്തെ ക്ഷീണം, ഉറക്കം, അങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞിരുന്നു നമ്മൾ ചേട്ടൻ്റെ വീട് പാല് കാച്ചി കഴിഞ്ഞ് അവർ താമസം മാറിയതേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ കാണുന്നതാണ് ചേട്ടൻ്റെ വീട്. അപ്പോൾ നമ്മൾ ഇവിടെ നല്ല തുടങ്ങിയത് യാത്ര, പക്ഷേ ആ യാത്ര അവസാനിക്കുന്നത് ഇവിടെയാണ്, ചേട്ടൻ്റെ വീട്ടിൽ. ഇനി ഇവിടെ കുറച്ച് റെസ്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ തിരികെ നമ്മുടെ വീട്ടിലേക്ക് പോകത്തുള്ളൂ.
ഇത് അന്നയാണ്, ചേട്ടൻ്റെ മൂത്ത മകളാണ്. ചേട്ടനിന് ഒരു മോളൂടെ ഉണ്ട്, ചേട്ടത്തിയുണ്ട്. ചേട്ടൻ ഇപ്പോൾ വീട്ടിലില്ല. നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവരെ ഒന്ന് കാണുക, കുറച്ച് റെസ്റ്റ് ചെയ്യുക. എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദികൾ അർപ്പിക്കുന്നു. ഇനിയും അടുത്ത് ഒരുപാട് എപ്പിസോഡുകൾ വരുന്നുണ്ട്. കാണാം കേട്ടോ. ബൈ. ഇതുപോലൊരു സംശയം. കുഞ്ചിക്ക് തുണി കിട്ടോ? കുഞ്ചിക്ക് അയ്യോ എന്നെ എടുക്കല്ലേ. നമ്മുടെ ഓൾ കേരള ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തി കേട്ടോ. ഇന്നലെ എപ്പോഴും നമ്മൾ തുടങ്ങി, ഇന്നലെ ഒരു നമ്മുടെ സെലിബ്രേഷൻ തുടങ്ങി. ഇന്നലെ 4 മണി അടിച്ച് നമ്മൾ യാത്ര തിരിച്ചാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച പറയുന്ന കാര്യങ്ങൾ നടന്നില്ല. ഭയങ്കര മഴയായിരുന്നു. നമ്മളിപ്പോൾ എത്തിയപ്പോൾ എത്രയാണ്? നൈറ്റ് നമ്മൾ വിചാരിച്ച പോലെ ഓടിയെത്താൻ പറ്റില്ല. 3:44, 4 മണി ഞാൻ പറയാം. അപ്പോൾ ഇത്രയും കറക്റ്റ് ഒരു ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അത് പിന്നീട് പറയട്ടെ. ഭൂമിയിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ. ജൂൺ 25 മുതൽ 2024 ജൂലൈ 13 വരെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ. ഒരുപാട് ഓർമ്മകൾ, അതിലുപരി ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ. ഫാമിലിയുമായിട്ടുള്ള ഇത്രയും ദിവസങ്ങൾ ജീവിതത്തിൽ തന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായി കരുതുന്നു. ജോലിയും മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഫാമിലിയോടുകൂടി ഇത്രയും ദിവസം നിൽക്കാൻ സാധിച്ചത് തന്നെ ഒരു വലിയ കാര്യമാണ്. കേരളം മുഴുക്കെ കറങ്ങി വരാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. കേരളം തന്നെയാണ്. എന്നാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് ഈ യാത്ര സാധ്യമാണോ എന്ന് പലപ്പോഴും ചിന്തിച്ചതായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, കർണാടക ബോർഡർ വരെ പോയി തിരിച്ചു വരാൻ എന്തായാലും കഴിഞ്ഞു. ദൈവത്തിന് നന്ദി പറയുക അല്ലാതെ വേറെ ഒന്നുമില്ല. യാത്രയിൽ തന്നെ ഒരപകടവും കൂടാണ്ട്, ഒരാരോഗ്യ പ്രശ്നവും വരാണ്ട് ദൈവം തന്നെ കാത്തു പരിപാലിച്ചു. എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, എല്ലാവരുടെ അനുഗ്രഹവും ആശംസയും എല്ലാം ഉണ്ടായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായിട്ട് കണക്കുകൂട്ടാൻ പറ്റുന്ന ദിവസങ്ങളായിരുന്നു ഈ ദിവസങ്ങൾ. ഈ ഓരോ ഫോട്ടോയും കാണുമ്പോൾ അതിനൊക്കെ പറയാനുണ്ട് ഒരുപാട് കഥകൾ. ആ സന്ദർഭവും ആ സാഹചര്യം എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും ഇത് വ്ളോഗിങ് മാത്രമല്ല, നമ്മുടെ ഒരു ഫാമിലി ടൂർ കൂടെ ആയിരുന്നു. മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എത്തിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.